welcome to Kids Area Online. Class 1, നാളെ English exam ആണ്. Important questions നോക്കണ്ടേ? Yes. കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് കിഡ്സ് ഏരിയ ഓൺലൈൻ ട്യൂഷൻ നൽകുന്നു. ഈ ഒരു ടേമിന്റെ ക്ലാസ് ഇപ്പോൾ കഴിയും. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ടേം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. LKG, UKG റെഗുലർ ക്ലാസ്സസ് കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകുന്നു. അത് സ്കൂളിൽ പോകാത്ത കുട്ടികൾക്കുള്ളതാണ്. സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് UKGക്ക് ട്യൂഷൻ നൽകുന്നുണ്ട്. ഇംഗ്ലീഷ് റീഡിംഗ് റൈറ്റിംഗ് ക്ലാസ്സസ്, മലയാളം റീഡിംഗ് റൈറ്റിംഗ് ക്ലാസ്സസ്, അത് ബേസിക് ക്ലാസ്സുകളാണ്. കുട്ടികൾക്ക് എഴുതുവാനും വായിക്കുവാനും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കൂട്ടി എഴുതുവാനും കൂട്ടി വായിക്കുവാനും ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്കുള്ള ക്ലാസ് ആണ്. ഇംഗ്ലീഷ് റീഡിംഗ് റൈറ്റിംഗ് ക്ലാസ് ഇപ്പോൾ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തു. ഈ ബാച്ച് കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത ബാച്ച് സ്റ്റാർട്ട് ചെയ്യുക. മലയാളം റീഡിംഗ് റൈറ്റിംഗിന്റെ ക്ലാസ് സെപ്റ്റംബറിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ജോയിൻ ചെയ്യാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം. 9746487799 ഈ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആക്ടിവിറ്റി 1, റീഡ് ദ സെന്റൻസ് ആൻഡ് ഗിവ് എ ടിക്ക് അഗൈൻസ്റ്റ് ദ കറക്റ്റ് പിക്ചർ. ഒരു സെന്റൻസ് നൽകിയിട്ടുണ്ടാകും. അത് വായിച്ച ശേഷം ആ സെന്റൻസിൽ എന്താണോ ഉള്ളത് അതിനനുസരിച്ചുള്ള പിക്ചറിന് എന്ത് ചെയ്യണം? ടിക്ക് മാർക്ക് കൊടുക്കണം. ഉദാഹരണം, the bus is on the road. the bus is on the road. on എന്ന് പറയുമ്പോൾ അറിയാലോ, on the road എന്തിനു മുകളിലാണ്? റോഡിന് മുകളിലാണ്. അപ്പോൾ ഈ പിക്ചറാണോ ശരിയായിരിക്കുക? ഏതായിരിക്കും? ഇതാണ് പറഞ്ഞത്, കറക്റ്റ് പിക്ചറിന് നേരെ ടിക്ക് മാർക്ക് കൊടുക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ വായിച്ചത് the bus is on the road. ഏതായിരിക്കും? bus is on the road എന്ന് പറഞ്ഞാൽ എന്താ? ബസ് റോഡിന് മുകളിലാണ്. ഇത് ശരിയാണോ? അല്ല. ഇതാണെങ്കിലോ? ശരിയാണ്. ബസ് ഈസ് ഓൺ ദ റോഡ്. അപ്പോൾ ഏതാ ടിക്ക് ചെയ്യേണ്ടത്? ഇതാണ് ടിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ റോഡ് കണ്ടാൽ നിങ്ങൾക്ക് തിരിച്ചറിയാലോ, റോഡ്. ഇത് ബസ്. ബസ് ഈസ് ഓൺ ദ റോഡ്. ഓൺ എന്ന് പറഞ്ഞാൽ ഒന്നിന്റെ മുകളിലാണ് കേട്ടോ. പുറത്താണെങ്കിലാണ് ഓൺ എന്ന് പറയുക. ദ ബസ് ഈസ് ഓൺ ദ റോഡ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, പോളി ഹാസ് 3 eggs. പോളിക്ക് 3 eggs ഉണ്ട്. പോളിക്ക് 3 eggs ഉണ്ട്. എഗ് എന്ന് പറഞ്ഞാൽ മുട്ട. 3 eggs എന്ന് പറഞ്ഞാൽ 3 മുട്ടകൾ. പോളിക്ക് 3 മുട്ടകൾ ഉണ്ട്. അപ്പൊ ഈ പിക്ചറാണോ കറക്റ്റ്? ഈ പിക്ചറാണോ കറക്റ്റ്? ശരിയായിട്ടുള്ളതിന് താഴെ ടിക്ക് ചെയ്യണം. പറഞ്ഞേ, പോളി ഹാസ് 3 eggs. ഏതായിരിക്കും കറക്റ്റ്? ദിസ് വൺ. വെരി ഗുഡ്. അപ്പൊ എന്ത് ചെയ്യുക? ഇവിടെ ഒരു ടിക്ക് മാർക്ക് കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് സെന്റൻസ്, റിൽ ഹാസ് എ റെഡ് റിംഗ്. റില്ലിന് റെഡ് റിംഗ് ഉണ്ട്. ചുവപ്പ് നിറത്തിലുള്ള വളയം ഉണ്ട്. ഏതാ? ഇതാണോ? ഇതായിരിക്കും ശരി. ഇതായിരിക്കും റില്ല് അല്ലേ? റില്ലിനാണ് എന്തുള്ളത്? റെഡ് റിംഗ് ഉള്ളത്. കണ്ടോ? കഴുത്തിൽ കണ്ടോ? റെഡ് റിംഗ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതിനെന്ത് ചെയ്യുക? ടിക്ക് മാർക്ക് കൊടുക്കുക. അടുത്ത സെന്റൻസ് തരട്ടെ, കറക്റ്റ് ആയിട്ട് പറയോ? ദ കാർ ഹാസ് 2 lights. ലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. 2 lights. 2 ലൈറ്റ് ഉണ്ട്. ഇതിൽ ഏത് കാറിനാ 2 ലൈറ്റ് ഉള്ളത്? നോക്കിയേ, ഇവിടെ എത്ര ലൈറ്റ് ഉണ്ട്? 1. ഇവിടെ എത്ര ലൈറ്റ്സ് ഉണ്ട്? 1, 2. അപ്പോൾ ഏതായിരിക്കും ശരി? 2 lights. ഇതുപോലെ നിങ്ങൾക്ക് ഒത്തിരി പിക്ചേഴ്സ് വരാം. ദ കാർ ഹാസ് നോ വീൽസ്. എന്നാൽ കാറിന് വീലില്ല. അപ്പോൾ വീലില്ലാത്ത കാറിന് എന്ത് ചെയ്യണം? ടിക്ക് മാർക്ക് കൊടുക്കണം. എങ്ങനെയാണോ ചോദിക്കുന്നത് അതിനനുസരിച്ച് എന്ത് ചെയ്യണം? നിങ്ങൾ ടിക്ക് മാർക്ക് കൊടുക്കുക. അപ്പോൾ ഒരു സെന്റൻസ് തന്നിട്ട് ആ സെന്റൻസിൽ എന്താണോ ഉള്ളത്, അതിന്റെ അർത്ഥം എന്താണോ അത് നോക്കിയിട്ട് എന്ത് ചെയ്യണം? കളർ കൊടുക്കണം. കളർ ചെയ്യാനല്ല, ടിക്ക് മാർക്ക് കൊടുക്കണം. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു ആക്ടിവിറ്റി വന്നാൽ നിങ്ങൾ തെറ്റാതെ ചെയ്യണേ. രണ്ടാമത്തെ ആക്ടിവിറ്റിയാണ് ഡിസ്ക്രിപ്ഷൻ. അപ്പൊ ഇത്രയും നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ദിസ് ഈസ് ആൻ ഓട്ടോറിക്ഷ. ഇതൊരു ഓട്ടോറിക്ഷയാണ്. ദിസ് ഈസ് ആൻ ഓട്ടോറിക്ഷ. ഇതൊരു ഓട്ടോറിക്ഷയാണ്. ദ ഓട്ടോറിക്ഷ ഹാസ് സീറ്റ്സ്. ഓട്ടോറിക്ഷയ്ക്ക് സീറ്റ് ഉണ്ട്. ദ ഓട്ടോറിക്ഷ ഹാസ് സീറ്റ്സ്. കണ്ടോ? ഇവിടെ ഹാസ് കണ്ടോ? ഓട്ടോറിക്ഷയ്ക്ക് ഉണ്ട്. ദ ഓട്ടോറിക്ഷ ഹാസ് സീറ്റ്സ്. എന്തുണ്ട്? സീറ്റ്സ് ഉണ്ട്, സീറ്റുകളുണ്ട്. അതുപോലെ അടുത്ത സെന്റൻസ് എഴുതണം. ഇത്രയും നമ്മൾ എന്ത് ചെയ്താൽ മതി? അതുപോലെ പകർത്തി എഴുതിയാൽ മതി. ദ ഓട്ടോറിക്ഷ ഹാസ്. ഇനി ബസ്സാണ് തരുന്നതെങ്കിൽ ദ ബസ് ഹാസ്. കാറാണ് തരുന്നതെങ്കിൽ ദ കാർ ഹാസ്. സൈക്കിളാണ് തരുന്നതെങ്കിൽ ദ ബൈസൈക്കിൾ ഹാസ്.
ഓക്കെ, ഏത് വണ്ടിയെക്കുറിച്ചാണ് എഴുതാൻ പറയുന്നത് അല്ലെങ്കിൽ എന്തിനെക്കുറിച്ചാണ് എഴുതാൻ പറയുന്നത് അതിൻ്റെ ദ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പേര് എഴുതിയിട്ട് ഹാസ് എന്ന് എഴുതുക. എന്നിട്ട് അതിനുള്ള സാധനങ്ങളെല്ലാം എഴുതുക. ഇനി വീൽസ് ഇല്ലേ, എത്ര വീൽസ് ഉണ്ട്? 1 2 3. ദ ഓട്ടോറിക്ഷ ഹാസ് 3 വീൽസ്. ദ ഓട്ടോറിക്ഷ ഹാസ് വീൽസ് എന്ന് എഴുതിയാൽ ശരിയാണ്. നമുക്ക് നമ്പർ പറഞ്ഞു കൊടുക്കാം, നമുക്കറിയാലോ 3 വീലുള്ള വണ്ടിയാണ്. ദ ഓട്ടോറിക്ഷ ഹാസ് 3 വീൽസ്. ഇനി വേറെ എന്തുണ്ട്? ലൈറ്റ് ഇല്ലേ, ലൈറ്റ്. അപ്പൊ എങ്ങനെ എഴുതാം? ദ ഓട്ടോറിക്ഷ ഹാസ് ലൈറ്റ്സ്. ദ ഓട്ടോറിക്ഷ ഹാസ് ലൈറ്റ്സ്. അപ്പൊ ഉണ്ട് എന്ന് പറയാം. ദ ഓട്ടോറിക്ഷ ഹാസ്, ഓട്ടോറിക്ഷയ്ക്കുണ്ട് എന്തെല്ലാം? സീറ്റ്സ്, 3 വീൽസ്, ലൈറ്റ്സ്. ഇതുപോലൊക്കെ നമുക്ക് എഴുതാം കേട്ടോ. ഓക്കെ, മനസ്സിലായോ? മനസ്സിലായി. ടീച്ചർ കഴിഞ്ഞ ഇംഗ്ലീഷ് ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൈറ്റ്, വീൽ, സീറ്റ് ഇതിന്റെ സ്പെല്ലിംഗ് എല്ലാം പഠിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പഠിച്ചു വെച്ചിട്ടുണ്ടല്ലോ അല്ലേ? പഠിച്ചിട്ടേ പോവാട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. വീൽ, ലൈറ്റ്, സീറ്റ്, ഹോൺ ഇതിന്റെ എല്ലാം സ്പെല്ലിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ നോക്കിയേ, ഇവിടെ തത്തമ്മ എന്താ ചെയ്യുന്നത്? തത്തകൾ എന്ത് ചെയ്യുന്നു? 3 ലിറ്റിൽ പാരറ്റ്സ് എന്ത് ചെയ്യാ? ഇനി നിങ്ങൾക്കിത് ടോക്കിംഗ്, സംസാരിക്കുന്നു എന്ന് എഴുതാം. അതറിയാമെങ്കിൽ അത് എഴുതാം. ഇരിക്കുന്നു, സിറ്റിംഗ്. 3 ലിറ്റിൽ പാരറ്റ്സ് സിറ്റിംഗ്, ഇരിക്കുന്നു. ഓക്കെ, 3 ലിറ്റിൽ പാരറ്റ്സ് സിറ്റിംഗ്. ഇനി സിംഗിങ് എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ 3 ലിറ്റിൽ പാരറ്റ്സ് സിംഗിങ്, അങ്ങനെ എഴുതാം. ഇതെന്താ ചെയ്യുന്നേ? ഇപ്പോൾ എന്താ ചെയ്യുന്നേ? 3 ലിറ്റിൽ പാരറ്റ്സ് ഫ്ലൈയിങ്. ഫ്ലൈയിങ്, FLY ഫ്ലൈ ആണ്. അതിൻ്റെ കൂടെ ING കൂടെ എഴുതിയാൽ മതി. ഫ്ലൈയിങ്, FLY ഫ്ലൈ. ING കൂടെ എഴുതുമ്പോൾ ഫ്ലൈയിങ്. ഫ്ലൈയിങ്, 3 ലിറ്റിൽ പാരറ്റ്സ് ഫ്ലൈയിങ്. ഇതുപോലെ ഡാൻസിങ്, ഫ്ലൈയിങ്, സിംഗിങ്, ടോക്കിംഗ്, വാക്കിംഗ്, ജമ്പിങ്, സ്വിമ്മിങ് ഇതൊക്കെ നിങ്ങൾക്ക് മാച്ച് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യണം കേട്ടോ. ആക്ടിവിറ്റി 4, ഇത് റെഡ് സ്കൂട്ടർ ആണ്. അടുത്ത് നോക്കാം, ഇത് എന്ത് കളറാ? ഗ്രീൻ. ഗ്രീൻ്റെ സ്പെല്ലിംഗ് നിങ്ങൾക്ക് അറിയാലോ, GREEN. അതെവിടെയാണുള്ള ഗ്രീൻ? ഇവിടെയുണ്ട്, GREEN, ഗ്രീൻ ജീപ്പ്. ഓക്കെ, വിച്ച് കളർ? ബ്ലാക്ക്. ബ്ലാക്കിന്റെ സ്പെല്ലിംഗ് BLACK. BLACK ഇതാണ്, ഇതിലേക്ക് വരയ്ക്കാം. ബ്ലാക്ക്. ബ്ലൂ. ബ്ലൂ മോട്ടോർ ബൈക്ക്. BLUE, ബ്ലൂ. അപ്പൊ ഇതാണ് BLUE, ബ്ലൂ. റെഡിന്റെ സ്പെല്ലിംഗ് RED. റെഡിന്റെ സ്പെല്ലിംഗ് RED. ബ്ലൂവിന്റെ സ്പെല്ലിംഗ് BLUE. ഗ്രീന്റെ സ്പെല്ലിംഗ് GREEN. ബ്ലാക്കിന്റെ സ്പെല്ലിംഗ് BLACK, ബ്ലാക്ക്. ഓക്കെ, ആക്ടിവിറ്റി 5, റീഡ് ആൻഡ് കംപ്ലീറ്റ്. ജിൽ, ഡിൽ, റിൽ. ജില്ലിന് എന്താണുള്ളത്? ജിൽ ഹാസ് എ റെഡ് ബിഗ് ലോങ് റിംഗ് ബിഗ് ലെഗ്സ്. ഇതെല്ലാം ഇവിടെ നൽകിയിട്ടുണ്ട്. ജില്ലിന് എന്താ ഉള്ളത്? ജില്ലിന്റെ പ്രത്യേകത എന്താ? ബിഗ് ബീഗ്. ബിഗ് ബീഗ്. ജില്ലിന് എന്താണുള്ളത്? ബിഗ് ബീഗ്. ബിഗ് വലിയ, ബീഗ് ചുണ്ടുകൾ. ജില്ലിന്റെ പ്രത്യേകത എന്താണ്? ഓർമ്മിച്ച് വെച്ചിരിക്കുക. ജില്ലിന്റെ പ്രത്യേകത എന്താ? ബിഗ് ബീഗ്. ബിഗ് ബീക്ക് ഉള്ളത് ആർക്കാണ്? ജില്ലിനാണ്. നിങ്ങൾ പഠിച്ചില്ലേ? ബിഗ് ബീക്ക് ഉള്ളത് ആർക്കാ? ജില്ലിനാണ്. ജിൽ ഹാസ് എ ബിഗ് ബീക്ക്. അടുത്ത് ഡിൽ. ഡില്ലിന്റെ പ്രത്യേകത എന്താ? ഡില്ലിന്റെ പ്രത്യേകത കാല് നീളം കൂടുതലാണ്. എന്താ പറയാ? ലോങ് ലെഗ്സ്. ലോങ് ലെഗ്സ്. ഡില്ലിന്റെ പ്രത്യേകത എന്താ? ലോങ് ലെഗ്സ്. ഇനി റിൽ. റില്ലിന്റെ പ്രത്യേകത എന്താ? കഴുത്തിൽ റിംഗ് ഉണ്ട്. എന്ത് കളർ റിംഗ് ആണ്? റെഡ് റിംഗ്. റിൽ ഹാസ് എ റെഡ് റിംഗ്. ഇവിടെ റില്ലിന്റെ ഫസ്റ്റ് ലെറ്റർ R, റെഡിന്റെ ഫസ്റ്റ് ലെറ്റർ R, റിംഗിന്റെ ഫസ്റ്റ് ലെറ്റർ R. അപ്പോൾ നിങ്ങൾക്ക് റിൽ ഓർമ്മയിരിക്കുമല്ലോ. റിൽ ഹാസ് എ റെഡ് റിംഗ്. റില്ലിനാണ് റെഡ് റിംഗ് ഉള്ളത്. ഡില്ലിന്റെ കാല് നീളം കൂടുതലാണ്, ലോങ് ലെഗ്സ്. ജില്ലിന് എന്താ പ്രത്യേകത? ബിഗ് ബീഗ്. അപ്പോൾ ജില്ലാണ്. ജിൽ ബിഗ് ബീഗ്. ഡിൽ ലോങ് ലെഗ്സ്. റിൽ റെഡ് റിംഗ്. ഓർമ്മയിരിക്കുമല്ലോ. ജിൽ ബിഗ് ബീഗ്. ഡിൽ ലോങ് ലെഗ്സ്. റിൽ റെഡ് റിംഗ്. Okay children? Green parrot, fly and fly in the sky. അപ്പോൾ നമുക്ക് വേറെ കളറിൽ എഴുതാൻ പറഞ്ഞാൽ എങ്ങനെ എഴുതാം? വേറെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കളർ പറഞ്ഞേ.
Blue parrot, fly and fly, fly in the sky. Red parrot, fly and fly, fly in the sky. Blue parrot, fly and fly, fly in the sky. കളേഴ്സിന്റെ സ്പെല്ലിംഗ് പഠിക്കണം കേട്ടോ. ഗ്രീൻ, GREEN, ഗ്രീൻ. റെഡിന്റെ സ്പെല്ലിംഗ് എന്തായിരുന്നു? RED, റെഡ്. ബ്ലൂവിന്റെ സ്പെല്ലിംഗ് BLUE, ബ്ലൂ. ഓക്കെ. I am a bus, honk bus. കാർ എന്തായിരിക്കും പറയാ? I am a car, toot car. ഇപ്പൊ ബസിന്റെ സൗണ്ട്, ബസ് സ്വയം എങ്ങനെയാ പറയാ? I am a bus. കാർ എങ്ങനെയാ പറയാ? I am a car. ബസിന്റെ സൗണ്ട് എങ്ങനെയാ? honk bus. കാറിന്റെ സൗണ്ട് എങ്ങനെയാ? toot car. ഇതേപോലെ ബസ് ഏത് വഴിയാ പോകുന്നേ? റോഡിൽ കൂടി. The bus is on the road. കാർ ഏത് വഴിയാ പോകുന്നേ? റോഡിൽ കൂടി. The car is on the road. ഓക്കെ. ഇവിടെ ആരാളെ? ട്രെയിൻ ഉണ്ട്. ഇവിടെ സൈക്കിൾ ഉണ്ട്. അപ്പൊ സൈക്കിൾ പറയാണ് I am a, എന്താ പറയാ ഇതിൽ നിന്നും? സൈക്കിൾ. I am a cycle. സൈക്കിളിന്റെ സൗണ്ട് എങ്ങനെയാണ്? ഡിങ് സൈക്കിൾ. ഓക്കെ. അപ്പൊ ഇത്രയും നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. I am a cycle, ഡിങ് എന്ന് പറഞ്ഞ സൗണ്ട്. ഡിങ് സൈക്കിൾ. അപ്പൊ ട്രെയിൻ എങ്ങനെയാ പറയാ? I am a, ഇവിടെ ഉണ്ട് സ്പെല്ലിംഗ്, ട്രെയിൻ, TRAIN. I am a train. സൗണ്ട് എങ്ങനെയാ? ചിക് ട്രെയിൻ. അപ്പൊ ഇതുപോലെ ആഡ് മോർ ലൈൻസ് ചോദിക്കൂ കേട്ടോ. അതിൽ നൽകിയിട്ടുണ്ടാവും. ബാക്കി നമ്മൾ എന്ത് ചെയ്യണം? എഴുതണം. ഓക്കെ. ഇനി the bus has a horn. ബസ്സിന് എന്തൊക്കെ ഉണ്ടെന്ന് പറയാണ്. The bus has a horn. പിന്നെ വേറെ എന്തുണ്ട്? The bus has wheels. പിന്നെ ബസ്സിന് സീറ്റ് ഇല്ലേ? The bus has seats. ലൈറ്റ് ഇല്ലേ? The bus has lights. ടീച്ചർ നേരത്തെ പറഞ്ഞു ഓട്ടോറിക്ഷ has ചേർക്കണം. The bus has. കാർ ആണെങ്കിൽ എങ്ങനെ പറയാം? The car has. ഇനി എന്തുണ്ടെന്ന് എഴുതിയാൽ മതി. The bus has a horn. The car has a horn. ഇനി വീലുണ്ട് അല്ലേ രണ്ട് വണ്ടികൾക്ക്. അപ്പോൾ the bus has wheels. The car has wheels. ഇനി രണ്ടിനും എന്തുണ്ട്? ലൈറ്റ്സ് ഉണ്ട്. The bus has lights. The car has lights. രണ്ട് വണ്ടികൾക്കും സീറ്റ് ഇല്ലേ? The bus has seats. The car has seats. ഓക്കെ. ഇതുപോലെ എന്ത് ചെയ്യണം? ബസ്സിനെ കുറിച്ചും കാറിനെ കുറിച്ചും എഴുതാൻ പറഞ്ഞാൽ എഴുതണം. സൗണ്ട് ഓർമ്മയുണ്ടല്ലോ ടീച്ചർ ആദ്യം പറഞ്ഞു. It sounds honk. Car sounds toot. ബസ്സിന്റെ സൗണ്ട് എങ്ങനെയാ? honk. കാറിന്റെ സൗണ്ട് എങ്ങനെയാ? toot. ഓർമ്മിച്ച് വെച്ചിരിക്കുക കേട്ടോ. സ്പെല്ലിംഗ് ടീച്ചർ പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്. horn, HORN, horn. ഇതെന്താണ്? wheel, WHEEL, wheel. സ്പെല്ലിംഗ് എന്താ? light, LIGHT, light. seat, SEAT, seat. hornന്റെ സ്പെല്ലിംഗ് HORN, horn. wheelന്റെ സ്പെല്ലിംഗ് WHEEL, wheel. ലൈറ്റിന്റെ സ്പെല്ലിംഗ് LIGHT, light. സീറ്റിന്റെ സ്പെല്ലിംഗ് SEAT, seat. ഓക്കെ. ടീച്ചർ ഒത്തിരി ക്ലാസ്സുകൾ ഇതിനു മുമ്പ് എടുത്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം എടുത്തിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ വർഷം കിഡ്സ് ഏരിയ ഓളിൽ നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടും. മോഡൽ ക്വസ്റ്റ്യൻസും എല്ലാം ടീച്ചർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് കൂടുതൽ ക്ലാസ്സുകൾ എടുക്കാത്തത്. ഒത്തിരി ക്ലാസ്സുകൾ ടീച്ചർ യൂട്യൂബിൽ എടുത്തിട്ടുണ്ട്. കാണാത്തവർ അതൊക്കെ പോയി ഒന്ന് കാണുക കേട്ടോ. ഓക്കെ ചിൽഡ്രൻ, ബൈ. താങ്ക് യു. കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് കിഡ്സ് ഏരിയ ഓൺലൈൻ ട്യൂഷൻ നൽകുന്നു. ഈ ഒരു ടേമിന്റെ ക്ലാസ് ഇപ്പോൾ കഴിയും. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ടേം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. LKG UKG റെഗുലർ ക്ലാസ്സസ് കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകുന്നു. അത് സ്കൂളിൽ പോകാത്ത കുട്ടികൾക്കുള്ളതാണ്. സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് UKGക്ക് ട്യൂഷൻ നൽകുന്നുണ്ട്. ഇംഗ്ലീഷ് റീഡിംഗ് റൈറ്റിംഗ് ക്ലാസ്സസ്, മലയാളം റീഡിംഗ് റൈറ്റിംഗ് ക്ലാസ്സസ്, അത് ബേസിക് ക്ലാസ്സുകളാണ്.
കുട്ടികൾക്ക് എഴുതുവാനും വായിക്കുവാനും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കൂട്ടി എഴുതുവാനും കൂട്ടി വായിക്കുവാനും ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്കുള്ള ക്ലാസ് ആണ്. ഇംഗ്ലീഷ് റീഡിംഗ് റൈറ്റിംഗ് ക്ലാസ് ഇപ്പോൾ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തു. ഈ ബാച്ച് കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത ബാച്ച് സ്റ്റാർട്ട് ചെയ്യുക. മലയാളം റീഡിംഗ് റൈറ്റിംഗിന്റെ ക്ലാസ് സെപ്റ്റംബറിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ജോയിൻ ചെയ്യാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം. 9746487799 ഈ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്.